അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും അവൻ്റെ പ്ലേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. അവനും അവൻ്റെ അച്ഛനും ഈ സീസോയിൽ കളിക്കുകയാണ്. അവൻ്റെ പേര് അച്ഛൻ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ പാർക്കിൻ്റെ ഒരു കോർണർ മാത്രമാണ്. ബാക്കി നമുക്ക് കാണാനുണ്ട്. അപ്പം ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ നടക്കും തോറും ഒരു ഹിൽ ടോപ്പിലെത്തിയ പോലെ ഉണ്ടാവും. ഒരു കുന്നിൻ്റെ മുകളിലെത്തിയ പോലെ. ആ കുന്നിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. നല്ല വിശാലത ഉണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറയാം, ഇതിലൊക്കെ കയറിയിട്ട് കറങ്ങുന്നൊക്കെ. ഒറ്റയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആൾ ആർമാദിക്കായിരുന്നു. നല്ല സന്തോഷമുണ്ടായി. കാരണം കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അത്രയ്ക്ക് സാധനങ്ങളും പിന്നെ ഓടിക്കളിക്കാനുള്ളതും സേഫ്റ്റി ആയിട്ടുള്ള മാറ്റുകളെല്ലാം ഉണ്ട്. പിന്നെ ഓരോ കോർണറിലും ഫുഡ് കോർട്ടുകളുണ്ട്. അവിടെ ഉപ്പിലിട്ടതുണ്ട്, പിന്നെ കോട്ടൺ ക്യാൻറ്റീൻ ഉണ്ട്, ഷവർമ ഉണ്ട്, ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, കുറേ ജ്യൂസസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പം ഒരു ടോപ്പിലോട്ട് കയറിയാണ്. അവിടെ കണ്ട കേട്ടോ ഒരാൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്താ പരിപാടി എന്നൊന്നും അറിയില്ല, സ്മോക്കിംഗ് ആണോ എന്തോ ആർക്കറിയാം. അങ്ങനെ അവിടെയും കുറച്ച് കയറി കളിച്ചു. പിന്നെ വീണ്ടും നമ്മൾ താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഈ കാണുന്നതൊക്കെയാണ് ഫാമിലി ഫൺ ഏരിയ. പിന്നെ നമുക്ക് നടന്ന് കാണാൻ വയ്യാത്തവർക്കുള്ള വണ്ടിയാണ് ഞാൻ പോയത്. ഒരു ട്രെയിൻ പോലെയുള്ള ഒരു സെറ്റപ്പ്. അത് നമ്മളെ ടോപ്പ് വരെ കൊണ്ടുപോകും. നമുക്കത് മനസ്സിലാവില്ല പാർക്കിലെത്തിയാൽ ഇതൊരു കുന്നിൻ്റെ മുകളിലാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ എത്തി. അവന് ഇഷ്ടമുള്ള റൈഡ്സിലൊക്കെ അവൻ കയറുന്നുണ്ട്. പിന്നെ അവിടെ ഓരോ കോർണറിലും ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ 50 രൂപ കൊടുക്കുക. അവർ പറയുന്ന അതിൽ നമ്മൾ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഗിഫ്റ്റൊക്കെ എടുക്കാം. പിന്നെ അവിടെ ഒട്ടും തന്നെ ചൂടില്ലായിരുന്നു. കാരണം അവിടെയൊക്കെ വിൻഡ് മില്ലുകളായിരുന്നു, ഈ വലിയ ഫാന്. അപ്പോൾ അതിന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇങ്ങോട്ടാണെന്നറിയില്ല. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ്. അതൊന്നും വർക്കിംഗ് അല്ല. അതും കുറേ നോക്കി. അവിടെ ഫിഷസും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് സന്ധ്യയായി സമയം. ഇത് ഏറ്റവും ടോപ്പാണ് തോന്നുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ മൊത്തത്തിലുള്ള മലകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊരു ഐസ്ക്രീം, ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അതൊന്നും മോന് വേണ്ട കേട്ടോ, അവന് മാക്സിമം അവിടുന്ന് എൻജോയ് ചെയ്യാണ്. അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തത് കാണാം. ടാറ്റാ, ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.